Audio Jungle. Audio Jungle. എന്തൊരു മഴയുടെ ഇത്. ഇന്നത്തെ ഈ മഴ കാണുമ്പോഴേ എനിക്കാണെങ്കിൽ പനി പിടിക്കുമെന്നാണ് തോന്നുന്നത്. എന്തായാലും കുഴപ്പമില്ല. അകത്ത് വല്ലവരും ഇൻസ്റ്റാഗ്രാമിൽ നോണ്ടാം. അതിന് തന്നെ ഈ ഒരു കാലാവസ്ഥയിൽ പനി പിടിക്കാതിരിക്കാനായിട്ട് തോന്നാം. എന്തായാലും അകത്തോട്ട് കയറിയിരിക്കാം, അല്ലേ ശരിയാത്തില്ല. പനി പിടിച്ച് പണി ആവും. എന്തായാലും ഷിൻഷാച്ചരൊക്കെ ഇല്ലാത്തതുകൊണ്ട് നല്ല സമാധാനം. ഇവിടെ ഒരു ഇൻസ്റ്റാഗ്രാം കുത്തുമ്പോൾ അവൻ ഇടയ്ക്ക് വന്ന് കാർട്ടൂൺ വെക്കാൻ പറഞ്ഞ ഫോം എടുക്കത്തില്ല. എന്നൊരു കാര്യം ചെയ്യും, അവിടെ നിന്ന് ഇൻസ്റ്റാഗ്രാം തോണ്ട എൻ്റെ ഫോണ് എന്താണ്ട് ഇൻസ്റ്റാഗ്രാം ഇപ്പോൾ എടുക്കാമല്ലോ. ഇങ്ങനെ സമയം പോട്ട്. എടാ എന്താടാ നീ മണ്ടേ ഇരുന്ന് നിന്നെ ഇങ്ങോട്ട് വിളിച്ചിറക്കിയത്? എന്ത് കാര്യം പെട്ടെന്ന് പറ. മഴയോ എടാ നിനക്കിട്ടൊന്നും തന്നാണ്ടല്ലോ, കയ്യിൽ നാട്ടി കാണിയാണോ? ഒറ്റ തല്ലം കൊണ്ട് ചെന്നോ മറ്റവിടെ ഇൻസ്റ്റാഗ്രാം നോട്ടിക്കൊണ്ടിരിക്കുവായിരുന്നു. എടാ വെറുതെ ഞാൻ നിന്നെ വിളിക്കുവോ? ഞാൻ വിളിച്ച് എന്തിനാന്ന് വെച്ച് എടാ നമുക്കൊരു കാർ റോബറി ചെയ്യാനുണ്ട്. ഇത്ര സിമ്പിൾ ആയിട്ടുള്ള കാര്യത്തിനാണ് നീ എന്നെ വിളിച്ചത്? ഇത്ര സിമ്പിൾ. അങ്ങനെ സിമ്പിളാക്കാൻ വരട്ട്. ഗ്രാനിയുടെ വീട്ടിൽ കയറിയോ മോട്ടിക്കേണ്ടത്? നിനക്ക് മോട്ടിക്കാൻ പറ്റും. ഗ്രാനിയാ? നിനക്ക് വേറെ ആരെയും കിട്ടിയില്ലടാ? അത് തന്നെ നിനക്കല്ലാതെ ഈ സ്ഥലത്ത് ധൈര്യമുള്ളതായിട്ടുള്ളു. പിന്നെ ഗ്രാനി കൊല്ലുന്ന എന്താ അതെന്ന് വെച്ചാൽ നമ്മളെ പോലീസുകാരാ പറഞ്ഞത്. ഗ്രാനിയുടെ കയ്യിൽ ഒരു സൂപ്പറുണ്ട്, അത് റോബറി ചെയ്തുകൊണ്ട് വന്ന് വരുവാണെങ്കിൽ നമുക്ക് 1,00,000 രൂപ തരാമെന്ന്. അതിനകത്ത് 50,000 രൂപ നിനക്ക്, 50,000 രൂപ എനിക്കും. അപ്പോൾ അതിപ്പോൾ നമുക്ക് എടുക്കാം. അതുകൊണ്ട് നിന്നോട് ഒന്ന് പറഞ്ഞേ, നീ അല്ലടാ എൻ്റെ ഫ്രണ്ട്. 50,000 രൂപ തരക്കേടില്ല, എന്നാലും കുഴപ്പമില്ല, ഞാൻ ചെയ്തോളാടാ. നീ ഒരു കാര്യം ചെയ്യ്, നീ ആണെങ്കിൽ പൈസ അവരോട് ഇറത്ത് വെക്കാൻ പറ. ഞാൻ പോയി വന്ന്. 2000 years later. ഓക്കേടാ, അങ്ങനെ നമ്മൾ ഗ്രാനിയുടെ വീട്ടിൽ ചെന്ന് മോഷ്ടിക്കാനുള്ള പരിപാടിയെല്ലാം ചെയ്തിട്ട് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഗ്രാനിയുടെ വീട്ടിൽ ചെന്ന് ആ ഒരു സാധനം മോഷ്ടിച്ചിട്ടേ ഉള്ളൂ കാര്യം. ഇന്ന് ഞാൻ 50,000 രൂപ കൊണ്ടേ പോകത്തുള്ളൂ. എന്തായാലും ലൊക്കേഷനൊക്കെ എനിക്കറിയാം, പഴയ അബാൻ്റെ വീടിൻ്റെ അടുത്തായിട്ടാണ്. പെട്ടെന്ന് ബൈക്ക് കൊടുത്തു. അതിൻ്റെ ഇടയിൽ ഭയങ്കര മഴ. ഇതെന്തൊരു കഷ്ടം ഇത്. ഇതൊരു മഴ പെയ്യുക, മഴ എന്നെ പറ്റിച്ചുകൊണ്ടിരിക്കുക. ഞാൻ ഇപ്പോൾ റെയിൻകോട്ട് അടുത്ത് ഇറങ്ങിയേനെ. ഓക്കെ, ഇടിയൊക്കെ വെട്ടുന്നുണ്ട്. ഇടിയൊന്നും നമ്മൾ തലയിലൊന്നും വെട്ടല്ലേ. ഓക്കെ, എന്തായാലും അയൺമാൻ കാർ കൊണ്ട് തന്നെയെന്നൊക്കെ പറയുന്നത്. പിന്നെ നമ്മളെ സിറ്റിയിലോട്ട് അയൺമാനൊക്കെ വന്നായിരുന്നു. അയൺമാൻ നമുക്കൊരു കാറൊക്കെ തരാമെന്ന് പറഞ്ഞ്, എന്തോ വന്ന് ദൈവത്തിനറിയാം. ഓക്കെ, നമുക്കപ്പോൾ പെട്ടെന്ന് തന്നെ ആ ഒരു അബാൻഡനായിട്ടുള്ള ഹൗസിലേക്ക് പോവാം. ഓക്കെ ഗൈസ്, അങ്ങനെ ഈ ഒരു കാടിൻ്റെ ഇവിടെയായിട്ടാണ് ആ അബാൻഡൻ അത് സ്ഥിതി ചെയ്യുന്നത്. ഈ കാടാണ്, അപ്പുറത്തെ കാടാണ്. അപ്പുറത്തെ അതുകൊണ്ട് ഗൈസ് ആ കാടാണ്. ഞാൻ വിചാരിച്ച് ഇപ്പുറത്തെ കാടായിരിക്കും. നമുക്ക് പെട്ടെന്ന് അങ്ങോട്ട് പോകണം. അവിടെ ചെന്നിട്ട് തന്നെ കാറ് മോഷ്ടിക്കുക. എന്നാലും കാറ് ഒരു ഭയങ്കര സെക്യൂരിറ്റിയിലായിരിക്കും ഗൈസ് വെച്ചേക്കുന്നത്. എന്താ നമുക്ക് നോക്കാം. ഭയങ്കര സെക്യൂരിറ്റി ആണെങ്കിൽ നമുക്ക് അതൊക്കെ കിടക്കാൻ അറിയാം. ഓക്കെ ഗൈസ്, അങ്ങനെ നമ്മൾ ഗ്രാനി വീട്ടിലോട്ട് വന്നിട്ടുണ്ട്. എന്തൊരു കഷ്ടമെന്ന് പറയണേ. ഗ്രാനി എവിടെടാ കൊണ്ട് ഒളിപ്പിച്ച് വെച്ചേക്കുന്നത് നോക്കടാ. ഞാൻ ഇങ്ങോട്ട് വന്ന് ബൈക്കിൽ ഇറങ്ങിയപ്പോഴേ കണ്ട്. നമുക്കൊരു കാര്യം ഈ കാറും എടുത്തുകൊണ്ട് പെട്ടെന്ന് ഇവിടെ നിന്ന് സ്ഥലം കാലിയാക്കാം. എന്നിട്ട് ഞാൻ കുറേ അന്വേഷിച്ചിട്ട് ഗ്രാനി ഇവിടെ ഉണ്ടോ എന്ന്. അപ്പോൾ എല്ലാവരും പറഞ്ഞ ഗ്രാനിയും ഗ്രാൻഡ് പേയും കൂടെ അവരുടെ ചാപ്റ്റർ 2 വീട്ടിലോട്ട് പോയെന്നാണ് നമ്മൾ അറിയാൻ പറ്റിയത്. ഒരു കാര്യം ചെയ്യാൻ, നമുക്കിപ്പോൾ ഈ ഒരു വണ്ടി എടുത്ത് നമുക്ക് ഇവിടെ നിന്ന് പോവാം. ഇനി എന്നിട്ട് വേണം നമുക്ക് വീട്ടിൽ ചെന്ന് 50,000 മേടിച്ച് കിടന്ന് ഉറങ്ങാനായിട്ട്. ഓക്കെ, എന്തായാലും നല്ല പൊളി ദിവസം ഇന്നത്തെ ദിവസം. ഓക്കെ, നമുക്ക് പെട്ടെന്ന് തന്നെ അവൻ്റെ ഹാക്കർ സുഹൃത്തിൻ്റെ വീട്ടിലോട്ട് കൊണ്ടുപോകാം. പോലീസുകാർ എന്തായാലും ഞെട്ടിത്തരിക്കും.